ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ കുറച്ചൊക്കെ സംസാരിക്കാൻ അറിയാം, നമ്മൾ ഗ്രാമർ എല്ലാം പഠിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സ് നമുക്കറിയാം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം കൂടെ തന്നെ അത്യാവശ്യമായി വേണ്ട മറ്റൊരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രിപ്പോസിഷൻസ്. ഈ പ്രപ്പോസിഷൻസ് ഇല്ലാതെ നമുക്കൊരു സെൻറ്റൻസ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതേസമയം തന്നെ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അതായത് ഓരോ പ്രപ്പോസിഷനും, കാരണം സെയിം പ്രപ്പോസിഷൻ പല തരത്തിൽ നമ്മൾ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് റിയലി കൺഫ്യൂസിങ് ഫോർ us. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഒരു 3-4 പ്രപ്പോസിഷൻസിനെ നമുക്ക് നോക്കാം, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ഇറ്റ് വിൽ ഹെൽപ്പ് യു എ ലോട്ട്. കാരണം ഇതില്ലാതെ നമുക്ക് ഒരു സെൻറ്റൻസ് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രപ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. സോ ദാറ്റ്സ് ഓൺ, ഇൻ, അറ്റ് ആൻഡ് ബൈ. അപ്പോൾ ഇത്രയും പ്രപ്പോസിഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ പ്രപ്പോസിഷൻ നമ്മൾ ഏതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്? ഇൻ. ഇൻ എന്നുള്ളത് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തിൻ്റെയെങ്കിലും അകത്ത് എന്നുള്ള മീനിങ്ങിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ആണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇതൊരു കുറച്ച് കൺഫ്യൂസിങ് ആയതുകൊണ്ടായിരിക്കും കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ നിങ്ങൾക്ക് തോന്നും. അപ്പം ഇന്നിനെ കുറിച്ച് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഉള്ളിൽ നിന്നുള്ള മീനിങ്ങിലാണ്. ഫോർ എക്സാമ്പിൾ, ഐ ആം ഇൻ മൈ റൂം. കണ്ടോ, ഇൻ മൈ റൂം, അതായത് റൂം എന്ന് വെച്ചിട്ടൊരു ബിഗ്ഗർ തിങ് ആണ്. സോ വി ആർ ഇൻസൈഡ് ഇറ്റ്, ഇൻസൈഡ് എ ബിഗ്ഗർ തിങ്. അതായത് നമ്മൾ നമ്മുടെ റൂമിന് അകത്താണ് എന്ന് പറയുന്നതാണ്. ഐ ആം ഇൻ മൈ റൂം. ഓക്കെ. ഹി ഈസ് ബാത്തിങ് ഇൻ ദ റിവർ. നദിയിൽ കുളിക്കുകയാണ്. കണ്ടോ, അതിൻ്റെ ഉള്ളിലാണ് കുളിക്കുന്നത്. സോ ദാറ്റ്സ് വൈ വി യൂസ് ഇൻ ദെയർ. ഓക്കെ. അതുപോലെ തന്നെ മൈ ഫോൺ ഈസ് ഇൻ ദ കബോർഡ്. മൈ ഫോൺ ഈസ് ഇൻ ദ ഷെൽഫ്. മൈ ഫോൺ ഈസ് ഇൻ ദ ബാഗ്. ആ ബാഗിന് ഉള്ളിലാണ് എൻ്റെ ഫോൺ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇൻ യൂസ് ചെയ്തത്. ഇനി നമുക്കിവിടെ ഒരു ഓൺ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മൈ ഫോൺ ഈസ് ഓൺ ദ ബാഗ് എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്തിൻ്റെയും ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഇൻ ഉപയോഗിച്ച് പറയുന്നത്. ഐ ആം ഇൻ ദിസ് ഹോട്ടൽ, ഓർ ഐ ആം ഇൻ ദിസ് ഷോപ്പ്, ഐ ആം ഇൻ മൈ സ്കൂൾ. ഇവിടെയൊക്കെ നമ്മൾ ഇന്ന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ കണ്ട ഈ ബാക്കി 3 പ്രപ്പോസിഷൻസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ ഇൻ നമ്മൾ വേറൊരു ടൈമിലും യൂസ് ചെയ്യും. എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഹീ ഗ്രൂ അപ്പ് ഇൻ 17th century. കണ്ടോ, അതൊരു പീരീഡ് ഓഫ് ടൈമാണ്. അതായത് ഹീ ഗ്രൂ അപ്പ് അറ്റ് 8 o'clock ഓർ 7 o'clock, അങ്ങനെ ഒരു സ്പെസിഫിക് ടൈമിനെയല്ല നമ്മൾ പറയുന്നത്, ഒരു ടൈം പീരീഡാണ്. ഹീ വിൽ ഗോ ഇൻ 2 weeks. ഹീ വിൽ ഗോ ഇൻ 2 weeks ടൈം. ഹീ വിൽ വിസിറ്റ് ദം ഇൻ 2 weeks ടൈം. ഇറ്റ്സ് ജസ്റ്റ് എ ടൈം പീരീഡ്. അതായത് ഒരു 2 ആഴ്ചത്തെ ഒരു സമയമാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊരു പീരീഡ് ഓഫ് ടൈമാണ്. ഒരു സ്പെസിഫിക് നമ്മൾ ഒരു ടൈമിനെയല്ല ഈ പറയുന്നത്, ഒരു ടൈം പീരീഡിനെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തും നമ്മൾ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മറക്കരുത്, നമ്മൾ ഇന്നെന്നുള്ളത് നമ്മൾ എന്തിൻ്റെയും ഉള്ളിൽ നിന്നുള്ള മീനിങ്ങിലും അതുപോലെ തന്നെ ഒരു ടൈം പീരീഡിലുമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഫിക്സ്ഡ് എക്സ്പ്രഷൻസ് ഉണ്ട്. അതായത് ഇന്നിൻ്റെ കൂടെ നമ്മൾ ഇതൊക്കെ ചേർക്കും എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഹീ വിൽ വിസിറ്റ് ദം ഇൻ 2 weeks. കണ്ടോ, ദം ഇൻ 2 weeks, അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഇന്നാണ് എപ്പോഴും യൂസ് ചെയ്യാവുള്ളൂ. ഇതൊരു ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടും ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഉള്ളിൽ നിന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ കുറേ എക്സാമ്പിൾസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, കുറേ എക്സാമ്പിൾസ് വായിച്ച് നോക്കുക, മനസ്സിലാക്കാൻ നോക്കുക. അപ്പോൾ നമുക്കത് കൂടുതലായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ തരാം, പക്ഷേ അത് ചിലപ്പം എന്തോരം കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുന്നു അല്ലെ പഠിക്കുന്നു അത്രയും നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത പ്രപ്പോസിഷനിലേക്ക് കിടക്കാം. ഓൺ. അപ്പോൾ ഓണിനെ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ദ ടേബിൾ, അതായത് എന്തിൻ്റെയെങ്കിലും മുകളിൽ എന്നുള്ള മീനിങ്ങിലാണ്. മൈ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ടി വി ഈസ് ഓൺ ദ ടേബിൾ. മറ്റൊരു എക്സാമ്പിൾ, ദർ ഈസ് ഗ്രീൻ പെയിൻറ്റ് ഓൺ ദ ഡോർ. ദർ ഈസ് വൈറ്റ് പെയിൻറ്റ് ഓൺ ദ വാൾ. ദർ ഈസ് എ പിക്ചർ ഓൺ ദ വാൾ. അപ്പം നമ്മൾ എല്ലാത്തിനും ഈ മുകളിൽ നിന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഓൺ പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണെന്ന് വെച്ചോ, ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് സിറ്റിംഗ് ഓൺ ദ ടേബിൾ. ഓൺ ദ ടേബിൾ, ഹീ സിറ്റിംഗ് ഓൺ ദ ടേബിൾ എന്നാണ് നമ്മൾ പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ആ ടേബിളിൻ്റെ മുകളിലിരിക്കുക എന്നുള്ള, മുകളിൽ കയറിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ടേബിളിൻ്റെ സൈഡ്, അതല്ലെങ്കിൽ ഒരു ചെയർ ഇട്ട് ടേബിളിൻ്റെ അടുത്തിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിലോ, ഹീസ് അറ്റ് ദ ടേബിൾ, അങ്ങനെ നമ്മൾ പറയുള്ളൂ. അതായത് നമ്മൾ അതിൻ്റെ മുകളിലല്ല കയറിയിരിക്കുന്നത്, ബിസൈഡാണ്, അരികിൽ
എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. പക്ഷേ എപ്പോഴും മുകളിൽ കയറി ഇരിക്കുകയാണെങ്കിൽ ഓൺ ദ ടേബിളേ പറയാവുള്ളൂ. ഐ എം സിറ്റിംഗ് ഓൺ എ ചെയർ. കണ്ടോ, ഞാൻ ചെയറിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഓൺ യൂസ് ചെയ്തത് അവിടെ. ഇനി ഓൺ അതുപോലെ തന്നെ ടൈമിൻ്റെ കുറിച്ച് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴും നമ്മൾ ഓൺ ഉപയോഗിക്കും. അതെവിടേക്കാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓൺ എവിടെ ടൈമിനെ കുറിച്ച് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ ടൈം. അതായത് ഹീ ഈസ് വർക്കിംഗ് ഓൺ മൺഡേയ്സ്. കണ്ടോ, ആ ഒരു മൺഡേ എന്നുള്ള ഒരു സ്പെസിഫിക് ദിവസത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഹീ ഈസ് വർക്കിംഗ് ഓൺ മൺഡേയ്സ്. ഷീ യൂഷ്വലി വർക്ക്സ് ഓൺ മൺഡേയ്സ്. അതൊരു സ്പെസിഫിക് ടൈമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സ്പെസിഫിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു 7 മണി 8 മണി അങ്ങനെയുള്ള ടൈമല്ല, ഒരു ദിവസത്തിനെ കുറിച്ച്. ഷീ ഈസ് വർക്കിംഗ് ഓൺ മൺഡേയ്സ്, ദേ ആർ വർക്കിംഗ് ഓൺ മൺഡേയ്സ്, ദേ ആർ ഗോയിങ് ഓൺ സാറ്റർഡേയ്സ്, ദേ ആർ ഗോയിങ് ഓൺ ട്യൂസ്ഡേയ്സ്, അങ്ങനെയൊക്കെയുള്ള ഇത് പറയുന്നിടത്ത് നമ്മൾ ഓൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില ഡേറ്റ്സിൻ്റെ കൂടെ നമ്മൾ ഓൺ ഉപയോഗിക്കും. ഓൺ മൈ ബർത്ത്ഡേ, ഓൺ വാലൻറ്റൈൻസ് ഡേ, ഐ വാസ് ബോൺ ഓൺ. കണ്ടോ, അപ്പോൾ നമ്മൾ ഡേറ്റ്സിൻ്റെ കൂടെ ഓൺ ഉപയോഗിക്കും. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട യാതൊരു ആവശ്യമില്ല, ടെൻഷൻ അടിക്കണ്ട. ഇതിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈശോ ഓൺ ഇനി എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുള്ള എങ്ങനെ പഠിക്കും? ഒരു പ്രശ്നമില്ല, നമുക്കത് പഠിക്കാൻ ഈസിയാണ്. ഞാൻ പറയാമല്ലോ, ഓൾറെഡി നമ്മൾ കുറേ സെൻറ്റൻസസ് ഇങ്ങനെ നോക്കുക, അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പറഞ്ഞു വരുമ്പം ആ ഓൺ എവിടെയാണെന്നുള്ളതും ഇൻ എവിടെയാണെന്നുള്ളതും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാവും. അതായത് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിലാവും ഞാൻ പറയുന്നത് ശരിയല്ല, ഇത് ഇൻകറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് മനസ്സിലാവും. പക്ഷേ യു ഹാവ് ടു ഗോ ത്രൂ എ ലോഡ് ഓഫ് എക്സാമ്പിൾസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓണിനെ കുറിച്ച്. നെക്സ്റ്റ് എന്ന് പറയുന്ന അറ്റിനെ കുറിച്ചാണ്. അപ്പം അറ്റിനെ കുറിച്ച് നമ്മളോട് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുക, ഹലോ വേർ ആർ യു? ഐ എം അറ്റ് ദ ഹോട്ടൽ, ഐ എം അറ്റ് ദ ഓഫീസ്. അപ്പം നമ്മൾ അവരോട് പറയുന്നത് ഞാൻ ഓഫീസിലാണ്. അവിടെ നമ്മൾ അറ്റാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളോട് അവർ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നില്ല നിങ്ങൾ ഓഫീസിനകത്താണോ. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ ഓഫീസിന് വെളിയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഡോറിൻ്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് പറയാം ഐ എം അറ്റ് മൈ ഓഫീസ്. പക്ഷെ ഞാൻ ഓഫീസിനകത്ത് എൻ്റെ റൂമിലിരിക്കുകയാണ്, മറ്റൊരാൾ എന്നെ കാണാൻ ഓഫീസിൻ്റെ വാതുക്ക വന്ന് നിന്നിട്ട് എന്നെ വിളിക്കുകയാണ്, ഓഫീസിൻ്റെ വാതുക്ക വന്നിട്ട് എന്നെ വിളിക്കുകയാണ്, ഹലോ വേർ ആർ യു? അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ഐ എം അറ്റ് മൈ ഓഫീസ് നമ്മൾ പറയത്തില്ല, ഐ എം ഇൻ മൈ ഓഫീസ്. കാരണം ഞാൻ ഓഫീസിനകത്താണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. അതുപോലെ തന്നെ അറ്റ് നമ്മൾ സ്പെസിഫിക് ഒരു ടൈമിനെ മെൻഷൻ ചെയ്യാനും ഉപയോഗിക്കുന്നു. അതായത് ഐ വിൽ ബി ദെയർ അറ്റ് 7 o'clock, ഐ വിൽ ബി ദെയർ അറ്റ് 8 o'clock. കണ്ടോ, ഒരു പെർട്ടിക്കുലർ ടൈമിനെ മെൻഷൻ ചെയ്യാനും നമ്മൾ അറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പ്ലീസ് സിറ്റ് അറ്റ് ദ ടേബിൾ. പ്ലീസ് സിറ്റ് അറ്റ് ദ ടേബിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ടേബിളിൽ കയറി ഇരിക്കാനല്ല പറയുന്നത്, അത് ഓൺ ദ ടേബിളാണ് പറയുന്നത്. സിറ്റ് അറ്റ് ദ ടേബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയർ ഇട്ടിട്ട് ടേബിളിന് അടുത്ത് വന്നിരിക്കും എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. പിന്നെ നമുക്ക് അറ്റ് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷീ ഈസ് വർക്കിംഗ് അറ്റ് ദ മൊമെൻറ്റ്. ഈ ഒരു സമയത്ത് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവർ മീറ്റിംഗ് വിൽ ഫിനിഷ് അറ്റ് 7 o'clock or 8 o'clock. അല്ലെങ്കിൽ ഐ വിൽ ബി ദെയർ അറ്റ് നൈറ്റ്. നമ്മൾ അറ്റ് നൈറ്റ് എന്നുള്ളതും ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടിയാണ് നമ്മൾ എപ്പോഴും അറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നാലാമത്തെ പ്രൊപ്പോസിഷനിലേക്ക് കടന്നാലോ. ബൈ, BY, ബൈ എന്നുള്ളത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മളൊരു പീരീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൈ ദ എൻഡ് ഓഫ് 20th century ദീസ് തിങ്സ് ഹാപ്പൻഡ്. ബൈ ദ എൻഡ് ഓഫ്, അതായത് അതിൻ്റെ അവസാനത്തോടു കൂടി എന്നുള്ള ഒരു മീനിങ്ങിലാണ് ബൈ ദ എൻഡ് ഓഫ്. ദ ടൈഗർ വാസ് കിൽഡ് ബൈ ദ ഹണ്ടർ. ആ ഹണ്ടറിനാൽ, വേട്ടക്കാരനാൽ ടൈഗർ കൊല്ലപ്പെട്ടു. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എപ്പോഴും ബൈ ഉപയോഗിക്കുന്നത്. പിന്നെ ബൈ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുവാണ്, അതിൻ്റെ ഒരു അവസാനം, അതായത് അതിൻ്റെ ഒരു എൻഡ് ടൈമിൽ മൈ ഡാൻസ് ഈസ് ഗോയിങ് ടു ഫിനിഷ് ബൈ ദ എൻഡ് ഓഫ് ദിസ് മന്ത്, ഓർ അവർ ക്ലാസ് വിൽ ബി ഫിനിഷ് ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക്. ഉണ്ടോ, ഇങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയുടെ എൻഡ് ആവുന്ന സമയത്തിനെ കുറിച്ച് പറയാനും നമ്മൾ ബൈ ഉപയോഗിക്കും. പിന്നെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ വി നീഡ് ടു ബി ദെയർ ബൈ ദ നൂൺ, വി നീഡ് ടു ബി ദെയർ ബൈ ദ ആഫ്റ്റർനൂൺ, we need to be there by the end of this day or end of the day. I will go to office by the car. We came by the train or we came by the bus, we came by the car. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ബൈ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൺ, അറ്റ്, ഇൻ, ബൈ, ഈ 4 പ്രൊപ്പോസിഷൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇനി നിങ്ങൾ കുറേ എക്സാമ്പിൾസ് അല്ലെങ്കിൽ സെൻറ്റൻസസ് വായിച്ചു കഴിയുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ആൻഡ് ഐ വിൽ ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. നമുക്കിനി ഒരുപാട് പ്രൊപ്പോസിഷൻസ് പഠിക്കാനുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. പിന്നെ പ്ലീസ് സപ്പോർട്ട് മീ ത്രൂ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, ബട്ട് സ്റ്റിൽ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, ബട്ട് ദേ ഹാവ് നോട്ട് സബ്സ്ക്രൈബ് മൈ ചാനൽ യെറ്റ്. സോ അതുകൊണ്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ. So I'll see you all in the next class.
ഗുഡ് ബൈ, ടേക്ക് കെയർ.